ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് മൈസൂർ പാക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഗീ മൈസൂർ പാക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഇതിൽ മൊത്തത്തിൽ നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ മൈസൂർ പാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഗീ മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു അളവാണ് കാണിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു യെല്ലോ കളറിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കളർ ഉണ്ടെങ്കിൽ കളർ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. കടലമാവിൽ എന്തായാലും ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എന്തായാലും നിങ്ങളൊന്ന് അരിച്ചെടുക്കാം. പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മളിത് സെറ്റ് ചെയ്യേണ്ട ട്രേ ഒന്ന് നെയ്യൊക്കെ പുരട്ടി സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം നമുക്കിത് പെട്ടെന്ന് തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതാണ്. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രം ഇതുപോലെ അടിഭാഗത്തും സൈഡിലൊക്കെ നെയ്യൊക്കെ പുരട്ടി ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കടലമാവ് വറുത്തെടുക്കാൻ കേട്ടോ വേണ്ടേ. അപ്പോൾ ഇത് വറുത്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. കടലമാവിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ നന്നായിട്ട് മാറി കിട്ടണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഗീ മൈസൂർ പാക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ പാന് നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഈ ഒരു പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിനി ഇത് വറുത്തെടുക്കാണ് വേണ്ടത് കേട്ടോ. പാൻ ആദ്യം നന്നായിട്ട് ചൂടാക്കിയിരുന്നു, എന്നിട്ടാണ് കേട്ടോ പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനി വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ മൊത്തത്തിൽ വറുത്തെടുക്കുക. ഞാനിപ്പം 8 മിനിറ്റോളം വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ സമയം 1:22 ആയിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. കാരണം ഇത് കളറ് മാറാനും പാടില്ല, കരിഞ്ഞു പോവാനും പാടില്ല കേട്ടോ. പക്ഷെ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രമേ അതിൻ്റെ ആ ഒരു പച്ചമണക്ക് മാറി വരുള്ളൂ. അപ്പോൾ അത്രയും സമയം നമ്മളിത് വറുത്തെടുക്കണം. ഇപ്പോൾ അതാ 8 മിനിറ്റ് ആയിട്ടുണ്ട്. 8 മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഇത് വറുത്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിത് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഒരു 4-5 മിനിറ്റ് കൂടി നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ആ പാനിൻ്റെ ചൂട് കൊണ്ട് അത് കുറച്ചും കൂടി വറുത്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കാരണം നമ്മൾ ഫ്ലെയിം ഇടുന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകാനും കളർ മാറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം. കൂടുതൽ സമയം വെച്ചാൽ പാനിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കടലമാവിൻ്റെ ആ ഒരു കളർ മാറിപ്പോകും കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാന്ന് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ 1 കപ്പ് കടലമാവിന് 1 കപ്പ് തന്നെയാണ് കേട്ടോ പഞ്ചസാര എടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഇവിടുന്ന് തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ നെയ്യ് ഒന്ന് ചൂടാക്കി എടുക്കണം. നെയ്യ് നല്ല ചൂടോട് കൂടി ഒഴിക്കുന്ന സമയത്ത് ഇതിന് നല്ലൊരു ടേസ്റ്റും കിട്ടും, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് ഇപ്പുറത്തെ അടുപ്പിൽ നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെക്കുക. അത് പതിയെ അങ്ങ് ചൂടായി കിട്ടട്ടെ. അപ്പോഴേക്ക് പഞ്ചസാര ഇവിടുന്ന് നന്നായിട്ട് മെൽട്ടായി കിട്ടിക്കോളും. നമുക്കിത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആകുന്നത് വരെ പഞ്ചസാര നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പഞ്ചസാര ഏകദേശം നന്നായിട്ട് കട്ടിയാവുന്ന സമയമാകുമ്പോഴേക്ക് നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചാൽ മതിയാവും കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് തന്നെ 1 സ്ട്രിങ് ആവും. പിന്നെ കുറച്ചും കൂടി തിളപ്പിക്കുമ്പം കൂടുതൽ കട്ടിയായിട്ട് മാറുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് കട്ടിയായി കഴിഞ്ഞാൽ നമ്മുടെ മൈസൂർ പാക്കും അതുപോലെ തന്നെ നന്നായിട്ട് ഹാർഡായിട്ട് മാറും. അപ്പോൾ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി തന്നെ കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ കിട്ടേണ്ടത്. നമുക്ക് ഇതുപോലെ 2 കയ്യിൽ വെച്ച് നോക്കുന്ന സമയത്ത് 1 സ്ട്രിങ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇടുക. അതിന് ശേഷം നമുക്ക് കടലപ്പൊടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. കടലപ്പൊടി ചേർക്കുന്ന സമയത്ത് കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കുറേശ്ശെ പൊടികൾ ഇടുക. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പഞ്ചസാര മെൽറ്റ് ചെയ്തതിൽ കടലപ്പൊടി കംപ്ലീറ്റ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഇത് നല്ല ടൈറ്റ് ആയിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇനി നമുക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നെയ്യ് ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടാണ് ഉള്ളത്. അതൊരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ട് തന്നെ നല്ല ചൂടിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഒന്നിച്ചിട്ടല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചായിട്ട് 1-2 സ്പൂണ് ഒന്നിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെയാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ
ചെയ്ത് ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. നെയ്യ് കുറച്ചായിട്ട് ചേർക്കുമ്പോൾ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതെല്ലാതും കൂടി നന്നായിട്ട് യോജിച്ച് വരണം. ഇപ്പം നമ്മുടെ കടലമാവ് കണ്ടില്ലേ, വിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് യോജിച്ച് വരണം കേട്ടോ. ഈ നെയ്യ് ഒഴിച്ച് കഴിയുമ്പോഴേക്കും അതുപോലെ ആയി കിട്ടും. അപ്പോൾ നെയ്യ് നല്ല ചൂടോട് കൂടി ഒഴിക്കണ സമയത്ത് ഇത് നല്ല ഒരു പൊരിഞ്ഞ മാതിരി ഉണ്ടാവും. അപ്പോൾ കടലമാവിൽ എന്തെങ്കിലും പച്ചമണമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറി നല്ല രീതിയിൽ കുക്കായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് നെയ്യ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ നെയ്യ് മൊത്തം ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ആ ഒരു വിട്ട് നിൽക്കുന്നതൊക്കെ മാറിയില്ലേ. ഇതിപ്പോൾ മൊത്തത്തിൽ ഒന്നിച്ചിട്ടാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, പാനിൽ നിന്നും ഇതുപോലെ മൊത്തത്തിൽ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഉടനെ തന്നെ നമുക്ക് ഈ ഒരു പാനിൽ നിന്നും മാറ്റിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഏത് ട്രേ ആണോ ആ ഒരു ട്രേയിലേക്ക് മാറ്റണം കേട്ടോ. കൂടുതൽ സമയം വെക്കും തോറും ഇത് ഹാർഡായി മാറാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് എല്ലാം ചെയ്യേണ്ടത്. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുക്കാം. എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്കിതിൽ ലൈൻ ഇട്ട് കൊടുക്കണം കേട്ടോ. ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്ക് ലൈൻ ഇട്ട് കൊടുക്കണം. കാരണം കൂടുതൽ സമയം ഇത് ഇരിക്കും തോറും കുറച്ചൊന്ന് ഹാർഡായി കിട്ടും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ പാടെ തന്നെ നമുക്ക് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ട്രേയിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് നെയ്യൊക്കെ തേച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഘീ മൈസൂർ പാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിപ്പോൾ അരമണിക്കൂർ മാത്രമേ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനിത് പൊട്ടിക്കണ സമയത്ത് തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവും എത്രത്തോളം ഇത് സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളതെന്ന്. നമ്മൾ മൊത്തത്തിൽ ഇത് നെയ്യ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഘീ മൈസൂർ പാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല സക്സസ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവരും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ. താങ്ക്